മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റിന്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മുഖ്യപ്രതി സിന്ധു വിലപേശിയിരുന്നത് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അയച്ചു നൽകി. സിന്ധുവിന്റെ വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ടിൽ വിലപേശലൊക്കെ വ്യക്തമാണ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട് നമുക്കൊപ്പം. സഹിൻ, വിവരങ്ങൾ എങ്ങനെയാണ് സഹിൻ? ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഈ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതെല്ലാം വമ്പൻ പ്ലാനിംഗ് ആണ്. ഫോട്ടോ കാണിച്ച് പൈസ പറഞ്ഞ് വിലപേശി നടക്കുന്ന ഒരു ക്രൂരത. ഇതൊന്നും അറിയാതെ പാവം കുട്ടികൾ പോയി വലയിൽ വീഴുന്നു. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കാരണം മോഡലിംഗിൻ്റെ മറവിലാണ് ഈ പെൺകുട്ടികളെ വിദേശത്തേക്ക് എത്തിച്ചിരുന്നത്. അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ പറഞ്ഞ് അത് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത് അവരോട് ഒരു വിലപേശൽ നടത്തിയിരിക്കും. തുടർന്നാണ് ഈ പെൺകുട്ടികളെ വിദേശത്തേക്ക് എത്തിക്കുക. അവിടെ വെച്ച് ഈ പെൺകുട്ടികളെ ഈ ആവശ്യക്കാർക്ക് മുന്നിൽ കാഴ്ചവെക്കുകയായിരുന്നു സിന്ധു അടക്കമുള്ള ആളുകളുടെ രീതി. വലിയ ശാരീരിക ചൂഷണത്തിന് ഈ പെൺകുട്ടികൾ വിധേയമായിട്ടുണ്ട്. നിരവധി ആളുകൾ അത്തരത്തിൽ ശാരീരിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് മലയാളം പുറത്തുവിടുന്ന ഈ സ്ക്രീൻഷോട്ടുകൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. സിന്ധു അടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വിലപേശുകയും അതിലൊരു വിലയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഈ പെൺകുട്ടികളെ ശാരീരിക ചൂഷണത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നഗ്ന വീഡിയോസ് അടക്കം എടുക്കുകയും അത് വെച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും സിന്ധുവിനെ ഇന്നലെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ലഭിച്ചു. അവിടെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് 2 ദിവസത്തിന് ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിദേശത്ത് കഴിയുന്ന ഷംല, റഹ്മത്ത് എന്നീ 2 പ്രതികളെ കൂടി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ 5 പേർ പ്രതിപട്ടികയിലുള്ള 5 പേരുടെയും അറസ്റ്റ് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ 3 പേർ മാത്രമേ ഇപ്പോൾ പിടിയിലായിട്ടുള്ളൂ. ഇനിയും 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. അതിനുവേണ്ടിയുള്ള അവരെ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരം വിവരങ്ങൾ, അതായത് ഈ സിന്ധു അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്ന ശാരീരിക അല്ലെങ്കിൽ മാംസക്കച്ചവടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ശരി സഹിൻ, ശരി.